മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാൻ തീരുമാനമായി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. മഴ ശക്തമാകുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ അലട്ടുകയാണ് അല്ലേ വയനാടിനെ? താമരശ്ശേരി ചുരത്തിൽ സ്വാഭാവികം അതുവഴി കല്ലും മണ്ണും ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത മുൻകരുതൽ എന്നുള്ള നിലയിലാണ് വാഹന ഗതാഗതം നിരോധിച്ചത്. എപ്പോൾ മുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നു? എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? അർജുൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് കാണാം മുകളിൽ നിന്ന് ഇടിഞ്ഞ് വന്ന് കൂടിക്കിടക്കുന്ന വലിയ പാറക്കഷ്ണങ്ങളും മറ്റുമൊക്കെ. അർജുൻ, സ്വാഗതം, നമസ്തേ. പ്രദീപ് പിള്ള, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷകരമായ ഒരു ദിവസം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വാഹനങ്ങളൊന്നും ഈ വഴി കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ചെറിയ വാഹനങ്ങളൊക്കെ, ഭാരമില്ലാത്ത ചെറിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസത്തിലാണ് വയനാട്ടുകാർ ഉള്ളത്. വയനാട്ടുകാർ മാത്രമല്ല, താഴേക്ക് വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ കോഴിക്കോട് നിവാസികളടക്കം വലിയ സന്തോഷത്തിലാണുള്ളത്. കഴിഞ്ഞ ദിവസത്തിനടക്കം വലിയ നീണ്ട നിരയാണ് ഈ ചുരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. വാഹനങ്ങളുടെ നീണ്ട നിര കാണുവാൻ സാധിച്ചിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള നീണ്ട നിരകൾ വാഹനങ്ങളുടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറു വാഹനങ്ങളൊക്കെ ഇതുവഴി കടത്തിവിടുന്നുണ്ട്. അതായത് ലക്കിടി മുതൽ താഴെ താമരശ്ശേരി വരെയും അടിവാരം വരെയും, അടിവാരത്ത് നിന്ന് ലക്കിടി വരെയും ഇപ്പോൾ യഥേഷ്ടം ചെറുവാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഈ സ്ഥിതിയാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ വയനാട്ടിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. യെല്ലോ അലർട്ടാണ് എങ്കിൽ തന്നെയും മഴ ഇപ്പോൾ പെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ വലിയ വാഹനങ്ങളും ഇതിലൂടെ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ജില്ലാ കളക്ടർ അടക്കം പറയുന്ന ഒരു സാഹചര്യമുള്ളത്. മാത്രമല്ല, ഇപ്പം നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ മുകളിൽ നിന്ന്, അതായത് ഏകദേശം 80 അടി മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുന്നത്. ആ മണ്ണിൻ്റെ കൂടെ തന്നെ ഈ വലിയ പാറ താഴേക്ക് വീഴുകയും പാറ കഷ്ണങ്ങൾ വീഴുകയും അത്തരത്തിൽ ഈ ചുരത്തിലെ റോഡിലേക്ക് വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഏറെ നേരത്തെ 2 ദിവസത്തെ പണിപ്പെട്ടാണ് പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കല്ലും അതുപോലെ തന്നെ ഈ മണ്ണും ഒക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴ പെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും പ്രാർത്ഥന. വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും ശക്തമായി വെള്ളം ഒഴുകി വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴ മാറി നിൽക്കുന്നത് വലിയൊരു ആശ്വാസകരമായി തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം ഈ ചുരത്തിൻ്റെ ഇടിവ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ടൂറിസ്റ്റ് മേഖലയടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും യാതൊരു പ്രതിസന്ധിയും ഇപ്പോൾ ചുരത്തിലില്ല. ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം വയനാട്ടിലേക്ക് വരാൻ സാധിക്കും. കച്ചവടങ്ങളൊക്കെ കൃത്യമായി തന്നെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അറിയിക്കുന്നത് ചുരത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഇവിടെ വലിയ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയത്. കെ രാജൻ മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതാ ഇന്നും ചെറിയ രീതിയിലുള്ള പരിശോധന ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വരുന്ന മഴവെള്ളം, ഒലിച്ചു വരുന്ന വെള്ളം ഈ റോഡിൻ്റെ അടിയിൽ കൂടി ഏതെങ്കിലും ഗ്യാപ്പ് വഴി പോകുന്നുണ്ടോ എന്നുള്ളതടക്കമുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇപ്പോഴില്ല, എങ്കിലും വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കോഴിക്കോട് കളക്ടറും ഇന്നലെ കൃത്യമായിട്ടുള്ള ഒരു യോഗം വിളിച്ചിരുന്നു. കൃത്യമായി തന്നെ അദ്ദേഹവും പറഞ്ഞിരുന്നു ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് കളക്ടറും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കോഴിക്കോട് വയനാട് കളക്ടർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഈ പ്രദേശത്ത് എത്തിച്ചേരും, മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. കളക്ടർ വന്നതിന് ശേഷം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുക. ശരി, അർജുൻ ആണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അർജുൻ, തുടർന്നുള്ള ബുള്ളറ്റിനുകളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ വേണം. കാരണം ഒട്ടനവധി പ്രേക്ഷകർ യാത്ര ചെയ്യുന്നവരുണ്ട്. ഓണാവധിയാണ്.
വയനാട് പലരുടെയും പ്രിയപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എപ്പോൾ യാത്ര ചെയ്യാം, എങ്ങനെ യാത്ര ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം? അതല്ലെങ്കിൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്തിട്ട് രാവിലെ എന്താണ് അവസ്ഥയെന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, തുടർച്ചയായ അപ്ഡേറ്റുകൾ ഉണ്ടാകും.